ഇനി 13-ാമത്തെ പദ്യം. തമ്മഹാന്തമുപാഗമ്യ ധർമാവേക്ഷണ തത്പരാഗ ബോധാനന്ദമുഖാ ശിഷ്യാഃ പ്രണിപത്യാന്വയുഞ്ജത. ധർമാവേക്ഷണ തത്പരാഹ. ധർമാവേക്ഷണം, അവേക്ഷണം എന്ന് പറഞ്ഞാൽ കാഴ്ച, ദർശനം. ധർമ്മത്തെക്കുറിച്ചുള്ള ദർശനത്തില്, കാഴ്ചപ്പാടില് തൽപരാഹ, താല്പര്യമുള്ളവരായ ബോധാനന്ദമുഖാഹ, ശ്രീ ബോധാനന്ദ സ്വാമി മുതലായിട്ടുള്ള ശിഷ്യന്മാർ, ശിഷ്യാഹ, ഗുരുദേവന്റെ ആ കാലഘട്ടത്തിലെ പ്രമുഖ ശിഷ്യന്മാരായിരുന്നു ശ്രീ ബോധാനന്ദ സ്വാമികളെല്ലാം. ബോധാനന്ദ സ്വാമികളെ ആയിരുന്നു ഗുരു അനന്തരാവകാശിയായിട്ട് നിയോഗിച്ചത്. പക്ഷെ ഗുരുവിൻ്റെ മഹാസമാധിയുടെ 3-ാം ദിനം തന്നെ ബോധാനന്ദ സ്വാമികളും മഹാസമാധി വരിച്ചു. അതോർക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തൊരു പാരസ്പര്യമായിരുന്നു. ബോധാനന്ദ സ്വാമികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗുരുവിൻ്റെ ആ സ്ഥാനം അലങ്കരിക്കാൻ താൻ ശക്തനല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് സ്വയം ശരീരം പിൻവലിച്ചു പോയത്. ആ ഗുരുവിൻ്റെ വേക്കും ആ ശൂന്യത നികത്താനായിട്ട് തന്നെ കൊണ്ടാകുമോ? ഗുരുവിൻ്റെ ദേഹവിയോഗം ഉണ്ടാക്കിയിട്ടുള്ള വേദനയും ദുഃഖവും അതോടൊപ്പം തന്നെ തൻ്റെ ഗുരു ആയിട്ടുള്ള സ്ഥാനാരോഹണവും ഒക്കെ ഒരു ശിഷ്യൻ ഒരിക്കലും താങ്ങാവുന്നതല്ല. സ്വശരീരം ത്യജിച്ചു അദ്ദേഹം, അത് താങ്ങാൻ കഴിയാതെ. ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ജീവിച്ചിട്ടുള്ള ഒരാൾക്കും ഗുരുവിൻ്റെ ആ ശൂന്യത നികത്താനുള്ള ശക്തി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ബോധാനന്ദ സ്വാമികൾ പിൻവലിഞ്ഞത്. തൻ്റെ ജീവൻ തന്നെ സമാധിയിലേക്ക്, മഹാസമാധിയിലേക്ക് കൊണ്ടുപോയി. ബോധാനന്ദ സ്വാമികൾ, ഗോവിന്ദാനന്ദ സ്വാമികൾ, അച്യുതാനന്ദ സ്വാമികൾ, വിദ്യാനന്ദ സ്വാമികൾ, ആത്മാനന്ദ സ്വാമികൾ, നടരാജഗുരു, സത്യവ്രത സ്വാമികൾ, ശിവലിംഗദാസ സ്വാമികൾ, ഇവരെല്ലാവരും മഹാത്മാക്കളായി. ഇവരൊക്കെ നിങ്ങൾ ഓർക്കണം. ഇവരെല്ലാവരും ഈ മഹാസൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്നും പ്രകാശിച്ചവരായിരുന്നു. ഈ മഹാസൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്നും തിരികൊളുത്തിയവരായിരുന്നു ഇവരെല്ലാവരും. നമ്മളുടെ ഉള്ളിലൊരു വിളക്കുണ്ട്, പക്ഷേ അത് ജ്വലിപ്പിക്കാൻ ഒരാൾ വേണം. അത് ജ്വലിപ്പിച്ചു കൊടുത്തത് ഈ ഗുരുവായിരുന്നു. ഗുരു കേരളത്തിൻ്റെ മുഴുവൻ അന്ധനിബിഡമായ മനസ്സിനെ കത്തിച്ച ഒരു മനുഷ്യയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ആന്ത്യം നമുക്കുണ്ടായിരുന്നു. അന്ധന്മാർ നയിച്ച ഒരു ലോകമായിരുന്നു കേരളത്തിൻ്റെ ഗുരു വരെയുള്ള ചരിത്രം എന്ന് പറയുന്നത്. പിന്നീട് ഗുരു തെളിച്ച മഹാദീപശിഖയാണ് ഇന്ന് നമുക്ക് വെളിച്ചമായിട്ട് മാറിയിരിക്കുന്നത്. നമുക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിന് എന്നാണ് അർത്ഥം. ഈ ലോകത്തിന് വെളിച്ചമായിട്ട് തീർന്നിരിക്കുന്നത്. അപ്പോൾ ബോധാനന്ദ സ്വാമി തുടങ്ങിയ ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് വന്ന് നമ്രശിരസ്കരായി പ്രണാമപൂർവം അപേക്ഷിക്കുകയാണ് ഗുരുവിനോട്. ആ ചിത്രം നിങ്ങൾ നോക്കണം. ഒരു മഹാഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് തം മഹാന്തം ഉപാഗമ്യ, ഗുരു എന്ന മഹാത്മാവിനെ സമീപിച്ചിട്ട് പ്രണിപത്യ, നമസ്കരിച്ചിട്ട്. എങ്ങനെയൊക്കെ നമസ്കരിക്കാം? സാഷ്ടാംഗം നമസ്കരിക്കാം. ഒരു ശിഷ്യൻ വന്നിട്ട്, ശിഷ്യന്മാർ വന്നിട്ട് എല്ലാവരും വന്ന് ഗുരുവിനെ നമസ്കരിക്കുകയാണ്. അന്വയുഞ്ജത എന്ന് ചോദിക്കുകയാണ്. അവരുടെ താല്പര്യം എന്താണ്? ധർമ്മത്തെക്കുറിച്ച് അറിയാനാണ് അവരുടെ താല്പര്യം. അങ്ങനെ ചോദിക്കുന്ന ആ നമസ്കാരപൂർവം ഗുരുവിൻ്റെ സവിധത്തിൽ വന്നിട്ട് ധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള ആ മനസ്സോട് കൂടിയിട്ട് നിൽക്കുന്ന ചിത്രം 1-ാം സർഗത്തിൻ്റെ സമാപ്തമാണ്. പ്രഥമ സർഗത്തിൻ്റെ ഒരധ്യായം അങ്ങനെ കഴിയാണ്. ഏത് ഗ്രന്ഥവും ചോദ്യ ഉത്തര രൂപത്തിലാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാനന്ദ സ്വാമി നമുക്ക് നല്ലൊരു ചിത്രം തന്നു. ഈ ചിത്രം ആത്മാനന്ദ സ്വാമിയുടെ സങ്കല്പമാണോ? അല്ല. പലപ്പോഴും ആത്മാനന്ദ സ്വാമി കണ്ടിട്ടുള്ള ചിത്രമാണത്. ഗുരുവിൻ്റെ അടുത്ത് വന്ന് ശിഷ്യന്മാർ പ്രണാമപൂർവ്വം ചോദിക്കുന്ന ചോദ്യങ്ങൾ, അപ്പോൾ ഗുരു ഉത്തരം നൽകുന്നത്. ആ ചിത്രം നമ്മുടെ മുന്നിൽ ഒന്ന് പുനരവതരിപ്പിച്ചു എന്നേ ഉള്ളൂ ആത്മാനന്ദ സ്വാമി. മനുഷ്യർക്ക് ധർമ്മമാണ് വേണ്ടത്. ഈ ധർമ്മത്തിൽ നിന്ന് നമ്മൾ മാറിയാൽ വിജയം ഉണ്ടാകും. പക്ഷെ തൽക്കാലത്തേക്കായിരിക്കും മാത്രം. ശാശ്വതമായ വിജയം ഉണ്ടാവില്ല. ശാശ്വതമായ വിജയം എപ്പോഴും ആർജിക്കണം. നിത്യമായ സുഖം ആർജിക്കണം. മരണവേളയിലും ആ ശാന്തിയും സുഖവും ധന്യതയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതാണ് ധർമ്മത്തിലൂടെ ഉള്ളത്.
മഹാഭാരതം ലോകത്തിനോട് ഘോഷിച്ച ഒരറിവ് ധർമ്മോ രക്ഷതീ രക്ഷിത. നാം ധർമ്മത്തെ പരിരക്ഷിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മം നമ്മളെ രക്ഷിച്ചുകൊള്ളും. നമ്മൾ ധർമ്മത്തെ സംരക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജനതയിലുള്ള ഒരു അപകടത്തിൽ പോലും ഒരു പുൽക്കൊടിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. കാരണം ആ പുൽക്കൊടിയിൽ ധർമ്മബോധം ഇരിക്കുന്നുണ്ട്. നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ആ പുൽക്കൊടിക്കോ ഒരു പുൽച്ചാടിക്കോ പോലും ആ ധർമ്മബോധം വർക്ക് ചെയ്യും, പ്രവർത്തിക്കും. കാരണം ധർമ്മം എവിടെയുമുണ്ട്, സർവത്ര എല്ലായിടത്തുണ്ട് ധർമ്മം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ബന്ധുക്കളോ പാർട്ടിക്കാരോ ഒന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷെ ധർമ്മം ഉണ്ടായിരിക്കും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ധർമ്മത്താൽ രക്ഷിക്കപ്പെടും. ഇതൊക്കെ എത്ര വലിയ തത്വങ്ങളാണെന്നറിയാം. ഭാരതമാണ് ഇതൊക്കെ ലോകത്തിന് പ്രദാനം ചെയ്തത്. അതുപോലെ ഗാന്ധാരി ദുര്യോധനോട് പറയുന്ന ഒരു പ്രധാന ഭാഗമുണ്ട്, യഥോ ധർമ്മ തഥോ ജയ. അമ്മ എനിക്ക് വിജയം അരുളിത്തരണം എന്ന് ദുര്യോധനൻ ഗാന്ധാരിയുടെ മുന്നിൽ പറയുമ്പോൾ ഗാന്ധാരി ഒരിക്കലും മകന് വിജയം വരട്ടെ എന്നല്ല പറയുന്നത്. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നാണ്. മകനെ നീ ജയിക്കും, അമ്മയുടെ അനുഗ്രഹം നിനക്കുണ്ടായിരിക്കുമെന്ന് ആ അമ്മ പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണ്? ഗാന്ധാരിക്ക് ധർമ്മബോധമുണ്ടായിരുന്നു. ധർമ്മബോധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. നീ ധർമ്മം പ്രവർത്തിച്ചാൽ നീ ജയിക്കും, സംശയം വേണ്ട. പക്ഷെ ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് തന്നെയാണ്. ആ സത്യം സനാതനമായ സത്യമാണ്. ഏഷധർമ്മ സനാതന, അതാണ് സനാതനമായ സത്യമെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓരോ സർഗം കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ ധർമ്മത്തെക്കുറിച്ചുള്ള അവബോധം വളരെയധികം വളർത്തുകയും ജീവിതത്തെ കുറച്ചുകൂടി നമുക്ക് മൂല്യവത്താക്കാൻ പറ്റും. നിങ്ങളുടെ സവിധത്തിലെ ജീവികൾ പോലും തലകുനിക്കും, ഹിംസ്ര ജീവികൾ പോലും. കാരണം ധർമ്മം ഒരാളിന് വിളങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ തേജസ് എത്രമാത്രം വലുതായിരിക്കും എന്നറിയാം. ആ തേജസ്സിലേക്ക് പോകാനാണ് ഈ ശാസ്ത്രം നമ്മൾ പഠിക്കേണ്ടത്.